ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം. പഴനി മുരുകൻ ക്ഷേത്രം മുരുകന്റെ മൂലകേന്ദ്രമായ ക്ഷേത്രമാണിത്. ദണ്ഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നു. പഴനി ആണ്ടവൻ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധമാണ്. അറിവിന്റെ പഴം എന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി. ദണ്ഡായുധപാണി ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു. അതായത് കേരളത്തിന് അഭിമുഖമായി നിൽക്കുന്നു. അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവായാണ് പഴനി ആണ്ടവനെ കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു. സുബ്രഹ്മണ്യനെയാണ് ജ്ഞാനപ്പഴമായി കണക്കാക്കുന്നത്. മലയുടെ താഴെ ശ്രീ മുരുകന്റെ അറുപടൈ വീട് എന്നറിയപ്പെടുന്ന 6 ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരു ആവിനൻ കുടി സ്ഥിതി ചെയ്യുന്നു. പരബ്രഹ്മ സ്വരൂപനായ സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണിവിടെ. നവപാഷാണങ്ങൾ എന്ന 9 സിദ്ധ ഔഷധങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പ്രത്യേക ഔഷധ കൂട്ടാണ് പഴനി മുരുകന്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ പോഗർ മഹർഷി ഉപയോഗിച്ചത്. അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം, ചന്ദനം എന്നിവ സർവരോഗശമനിയായ ഭക്തർ കരുതുന്നു. ഭഗവാനെ രാജകീയ രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ രാജാലങ്കാര പൂജ തൊഴുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. കാവടി എടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിന്റെ പ്രതീകമായാണ് തലമുണ്ടനം ചെയ്യുന്നത്. പഞ്ചാമൃതവും വിഭൂതിയുമാണ് പ്രസാദം. തൈമാസത്തിൽ, അതായത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിനായി എത്തുന്നു. തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം. അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തും നടക്കുന്നു. നവപാഷാണ രൂപിയായ പഴനി മുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളെയും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം. പുരാണം പറയുന്നത് നാരദ മഹർഷി ഒരിക്കൽ പരമശിവന്റെ ഇരിപ്പിടമായ ദിവ്യമായ കൈലാസ പർവ്വതം സന്ദർശിക്കുകയുണ്ടായി. ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം നൽകി. ഇത് വിജ്ഞാനത്തിനു വേണ്ടിയുള്ള അമൃത് ആയി കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണ്. തന്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി നൽകാനായി അദ്ദേഹം അത് മുറിക്കാനായി ഭാവിച്ചപ്പോൾ പഴത്തിന്റെ അമൂല്യ ശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് നാരദ മഹർഷി അത് തടഞ്ഞു. വിഷമഘട്ടത്തിലായ ശിവഭഗവാൻ പഴം തന്റെ ബുദ്ധിമാനായ മകന് നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു. ഈ ലോകത്തെ 3 പ്രാവശ്യം വലം വെച്ച് വരുന്നത് ആരാണോ അയാൾക്ക് ഈ പഴം സമ്മാനമായി നൽകുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് ലോകം ചുറ്റുവാൻ പുറപ്പെട്ടു. എന്നാൽ ഗണപതിയാകട്ടെ തന്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിക്കും പ്രപഞ്ചത്തിന് തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന വിശ്വാസത്താൽ അവരെ 3 തവണ വലം വെച്ചു. തന്റെ പുത്രന്റെ ബുദ്ധിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി. കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തന്റെ പ്രയത്നം പാഴായതറിഞ്ഞ് ക്രുദ്ധനായി ദേഷ്യവും വിഷമവും കൊണ്ട് വലഞ്ഞ കാർത്തികേയൻ കൈലാസ പർവ്വതത്തിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. തുടർന്ന് മുരുകൻ കൈലാസത്തിൽ നിന്ന് പിണങ്ങി പോകുന്നു. അങ്ങനെയാണ് അദ്ദേഹം പഴനിമലയിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ തിരിച്ചു കൈലാസത്തിലേക്ക് വിളിക്കാൻ വന്ന മാതാപിതാക്കൾ കാർത്തികേയനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കാണ് പഴനി. ഇതിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് പഴം നീ ലോപിച്ച് പഴനി എന്ന് പേര് വീണത്. ഐതിഹ്യം പറയുന്നത് 18 സിദ്ധ വൈദ്യ മഹർഷിമാരിൽ ഒരാളായ ബോഗറാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു. നവപാഷാണത്തിന്റെ ഒരു പ്രത്യേക മിശ്രിതമാണത്രേ ഇതിനുപയോഗിച്ചിരിക്കുന്നത്. വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു രാസമിശ്രിതം ആണ് ഇത്. അതുകൊണ്ട് തന്നെ ശില്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കാനുള്ള പ്രയത്നം തുടങ്ങാൻ കഴിഞ്ഞു. എന്നിരിക്കലും വിഗ്രഹത്തിന്റെ മുഖം വളരെ വിശിഷ്ടമായ രീതിയിൽ പൂർത്തീകരിക്കാനായി അദ്ദേഹം വളരെയധികം സമയമെടുത്തു. അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ മുഖം പോലെ തന്നെ മനോഹരമാക്കാൻ ശില്പിക്ക് സാധിച്ചിട്ടില്ല. മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൽ മുഖവും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായുള്ള ഒരു തുലനമില്ലായ്മ കാണാൻ കഴിയും. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ബോഗർ മഹർഷിയുടെ ഒരു ദേവാലയവും ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഇടനാഴിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
ഭോഗരുടെ സമാധി സ്ഥാനമായി ഇത് കണക്കാക്കപ്പെടുന്നു. മലയുടെ അകത്തുള്ള ഒരു ഗുഹയുമായി ഈ ഭോഗർ മഹർഷിയുടെ ദേവാലയം ബന്ധിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇദ്ദേഹം അഷ്ടദിക്പാലകന്മാരുമായി ധ്യാനത്തിൽ ഏർപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്ര നിർമ്മാണത്തിനു ശേഷം പിന്നീട് ആരും ശ്രദ്ധിക്കാതെ വന അന്തർഭാഗത്ത് മറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ തന്റെ പതിവ് നായാട്ടുമായി ബന്ധപ്പെട്ട് പഴനിമലയുടെ ഭാഗത്ത് വന്നു ചേർന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. രാജാവിന്റെ സ്വപ്നത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രത്യക്ഷപ്പെട്ടു. തന്റെ വിഗ്രഹം കണ്ടെടുത്ത് അത് പഴയ രീതിയിൽ സ്ഥാപിക്കാൻ സ്വാമി രാജാവിനോട് ആജ്ഞാപിച്ചു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് അതിനടുത്ത വിഗ്രഹത്തിനു വേണ്ടി തിരച്ചിൽ നടത്തുകയും മറഞ്ഞുകിടന്നിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു. രാജാവ് വിഗ്രഹം മലമുകളിൽ തന്റെ സാമ്രാജ്യം കാത്തിരിക്കാൻ എന്ന വണ്ണം പടിഞ്ഞാറ് ദർശനമായി പഴനി പടി സ്ഥാപിക്കുകയും ആരാധന മുതലായവ തുടങ്ങുകയും ചെയ്തു. ഇന്നും കേരളത്തെ നോക്കി സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ നമുക്ക് പ്രതിഷ്ഠ കാണാനാവും. അതിനാൽ തന്നെ ഭഗവാന് മലയാളികളോട് പ്രത്യേക വാത്സല്യം ഉള്ളതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മതിലിൽ ഒരു സ്തൂപത്തിൽ ഈ കഥ കൊത്തിവെച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ 9 വസ്തുക്കളുടെ മിശ്രിതം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മുരുകൻ പഴനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പണിതിരിക്കുന്നത്. ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി അവിടെ വന്നത്. തലമുണ്ടനം ചെയ്ത ഒരു താപസിയുടെ വേഷമാണ് വിഗ്രഹത്തിന്. വസ്ത്രമായിട്ട് ഒരു കൗബീനം മാത്രം, കയ്യിൽ ദണ്ടും വേലും. ഇതിൽ നിന്നും ആണ് ബാലദണ്ഡ് ആയുധപാണി എന്ന പേര് മുരുകന് കിട്ടിയത്. വിഗ്രഹം പഴനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടാണ്. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനം ആയിട്ടാണ് സ്ഥാപിക്കാറുള്ളത്. ഇന്നത്തെ കേരളം, അതായത് ചേര സാമ്രാജ്യം പടിഞ്ഞാറോട്ടാണ് പടർന്നു കിടക്കുന്നത്. ആ സാമ്രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചേരമൻ പെരുമാൾ വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്ക് വെച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനാൽ മലയാളികളോട് ഭഗവാനെ പ്രത്യേക വാത്സല്യമുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹത്തിന്റെ ചെവിയിൽ സാധാരണയിലും വലിപ്പമുള്ളതാണ്. ബാലൻ, സന്യാസി, വേട്ടക്കാരൻ, രാജാവ് തുടങ്ങിയ വിവിധ അലങ്കാരങ്ങൾ ആണ് ഭഗവാനെ നടത്തുക. ഇതിൽ രാജ അലങ്കാരം ദർശിക്കുന്നത് ഐശ്വര്യദായകമാണ്. നവഗ്രഹങ്ങളിലെ ചൊവ്വയായി ഇവർ മുരുക ഭഗവാനെ കാണുന്നു. ക്ഷേത്രത്തിന് 6 വലം വെച്ച് മുരുകനെ തൊഴുന്നത് ഭഗവാന് വളരെയധികം ഇഷ്ടമാണെന്ന് കരുതപ്പെടുന്നു. ഓം ശരണഭവ അല്ലെങ്കിൽ ഓം വജാത്ഭുവേ നമ എന്നീ മുരുക മന്ത്രങ്ങൾ പ്രദക്ഷിണ വേളയിൽ ജപിക്കുന്നു. സ്കന്ദൻ, ആറുമുഖൻ, വേലായുധൻ, ആണ്ടവൻ തുടങ്ങിയ പേരുകളിലും ഭഗവാൻ അറിയപ്പെടുന്നു. ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലെ പുരോഹിതന്മാർക്കാണ് വിഗ്രഹത്തെ സമീപിക്കാനും ഒരുക്കാനുമുള്ള അവകാശമുള്ളത്. ഈ അവകാശം ഇവർ തലമുറകളായി കൈമാറി വരുന്നതാണ്. മറ്റുള്ളവർക്ക് ശ്രീകോവിലിനടുത്തു വരെ വരാനേ അവകാശമുള്ളൂ. എന്നാൽ പുരോഹിതരുടെ സഹായികളായ ആളുകൾക്ക് ശ്രീകോവിലിനകത്ത് വരാം. എന്നാൽ ഗർഭഗൃഹത്തിൽ പ്രവേശനമില്ല. പണ്ടാരം എന്ന സമുദായത്തിലെ ആളുകളാണ് ഇവിടെ പുരോഹിതരുടെ സഹായികളായി നിലകൊള്ളുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴനിയിലെ 2 കുന്നുകളിൽ ഒന്നിന്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയിൽ ഉണ്ടായിരുന്ന കാനനപാതകളാണ് മുമ്പ് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയായി ഉണ്ടായിരുന്നത്. ആനകൾ സഞ്ചരിച്ചിരുന്ന വഴിയാണ് ഭക്തർ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ മലയിൽ ചെത്തി ഉണ്ടാക്കിയ കൽപ്പടവുകളും ചിലയിടത്തുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ സമർപ്പിക്കാനുള്ള പുണ്യജലവും കയ്യിലെടുത്താണ് തീർത്ഥാടകർ പണ്ട് മല കയറിയിരുന്നത്. പുരോഹിതന്മാരും മല നടന്നു തന്നെയാണ് കയറിയിരുന്നത്. എന്നാൽ ഭക്തർ ഉപയോഗിച്ചിരുന്ന പാതയല്ല, അതിനു നേരെ എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു പാതയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി മലകയറ്റം സുഗമമാക്കാനായി കൂടുതൽ കൽപ്പടവുകൾ നിർമ്മിച്ചു. കൂടാതെ ഒരു ഫ്യൂണിക്കുലർ റെയിൽവേ സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഇരമ്പി പ്രായാധിക്യത്താലും ശാരീരിക അസ്വസ്ഥത്താലും മല കയറുന്നവർക്ക് വളരെ ആശ്വാസമാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് പഴയ ചേരശില്പ വൈദഗ്ധ്യത്തിലാണ്. എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ശില്പചാതുരി പാണ്ഡ്യ കാലഘട്ടത്തെയും അവരുടെ സ്വാധീനത്തെയും ഓർമ്മിപ്പിക്കുന്നു. ശ്രീകോവിലിന്റെ മതിലിൽ പഴയ തമിഴ് ലിപിയിൽ ധാരാളം ദൈവിക സ്തോത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിലായി സ്വർണ്ണഗോപുരം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ മുരുകന്റെയും ഉപദേവന്മാരുടെയും ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശ്രീകോവിലിനരികിലായി സുബ്രഹ്മണ്യന്റെ മാതാപിതാക്കളായ പരമശിവന്റെയും പാർവതി ദേവിയുടെയും ആരാധനാലയങ്ങളുണ്ട്.
അതിനു ചേർന്ന് പഴനി മുരുകക്ഷേത്രത്തിലെ മുഖ്യ വിഗ്രഹം സ്ഥാപിച്ച ഭോഗവത് മഹർഷിയുടെ സമാധി സ്ഥാനമാണ്. പുറത്ത് വിഘ്നേശ്വരനും സുബ്രഹ്മണ്യ സഹോദരനുമായ ഗണപതിയുടെ ആരാധനാലയവും ഉണ്ട്. വിഗ്രഹത്തിലുള്ള അഭിഷേകമാണ് പ്രധാന ആരാധനാ രീതി. വിവിധ തരം ലേപനങ്ങൾ കൊണ്ട് വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്നു. എണ്ണ, ചന്ദന, തൈലം, പാൽ എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തിയ ശേഷം ശുദ്ധജലത്തിൽ വീണ്ടും അഭിഷേകം നടത്തുന്നു. ദിവസത്തിന്റെ ഓരോ പ്രത്യേക സമയങ്ങളിലാണ് ഈ അഭിഷേകം നടത്തുന്നത്. അഭിഷേകത്തിന് ശേഷം വിഗ്രഹത്തെ ആടയാഭരണങ്ങൾ അണിയിക്കുന്ന ചടങ്ങാണ് ഇതിനെ അലങ്കാരം എന്ന് പറയുന്നു. പിതാവിന്റെ രാജകൊട്ടാരത്തിൽ നിന്നും പഴനിയിൽ വന്നിറങ്ങിയ മുരുകന്റെ രൂപത്തിലായിരിക്കും മിക്കവാറും വിഗ്രഹത്തെ അണിയിച്ചൊരുക്കാറ്. ഇത് കൂടാതെ ഭഗവാനെ ഉത്സവമൂർത്തിയായി അലങ്കരിച്ച് സ്വർണ്ണരഥത്തിനുള്ളിൽ ഇരുത്തി ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം നടത്താറുണ്ട്. ഇത് ഭക്തരായിരിക്കും ഈ രഥം വലിച്ചുകൊണ്ടു പോകുന്നത്. ഇത് കാണുന്നത് പുണ്യമായി ഭക്തർ കരുതുന്നു. ക്ഷേത്രത്തിലെ മുഖ്യമായ ആചാരമാണ് ഭക്തരുടെ തലയിലെ മുടി നീക്കം ചെയ്യുന്നത്. ചന്ദനം തേക്കൽ ബാലമുരുകന്റെ ശിരസിനോട് സാമ്യം തോന്നിക്കാനാണ് ഈ തലമുടി നീക്കം ചെയ്യൽ ചടങ്ങ്. വൈകിട്ട് തലമുണ്ടനം ചെയ്ത ചന്ദനം തേച്ച് അത് രാത്രി മുഴുവൻ സൂക്ഷിക്കുന്നത് ഭക്തരുടെ ഒരു രീതിയാണ്. മധ്യാഹ്നത്തിൽ കുറച്ചു നേരവും രാത്രിയിൽ വളരെ നേരത്തെയും ക്ഷേത്രം നട അടയ്ക്കും. പ്രതിഷ്ഠ ബാലമുരുകനായതിനാൽ ബാലകന് ആവശ്യമായ ഉറക്കം കിട്ടുവാനാണെന്നാണ് വിശ്വാസം. കാരണം ഭഗവാൻ പകല് മുഴുവനും ഭക്തരോട് സംവദിച്ച് ക്ഷീണിതനായിരിക്കും അത്രേ. മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഭഗവാന്റെ പള്ളിയറയിൽ ആ ദിവസത്തെ ക്ഷേത്ര സംബന്ധമായ കണക്കുകൾ ഭഗവാൻ പ്രധാന പുരോഗതിനിൽ നിന്നും കേൾക്കുമത്രേ. അതിനുശേഷം മാത്രമേ ഭഗവാൻ പള്ളി ഉറക്കത്തിന് പോകാറുള്ളൂ എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. തൈപ്പൂയമാണ് പഴനി മുരുക ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി കരുതിപ്പോരുന്നതും ആഘോഷിക്കുന്നതും. തമിഴ് കലണ്ടറിലെ തൈ മാസത്തിലെ, അതായത് മലയാളം കലണ്ടറിൽ മകരമാസം ജാനുവരി 15, ഫെബ്രുവരി 15 പൂയം നക്ഷത്ര ദിവസമാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. സ്കന്ദപുരാണ പ്രകാരം ദേവസേനാധിപനായ മുരുകൻ ലോകരക്ഷാർത്ഥം താരകാസുരനെ വധിച്ച ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കപ്പെടുന്നത്. ദൂരെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഭക്തർ കാൽനടയായി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്താണ് ഇവർ ഭഗവാനെ കാണാനായി വരുന്നത്. ഹിഡുംബ എന്ന രാക്ഷസൻ പഴനിമലകൾ തന്റെ തോളിലേറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനാണ് ഭക്തർ കാവടിയെടുക്കുന്നത്. ഹിഡുംബൻ ബാലമുരുകന്റെ ഒരു ആശ്രിതനായിരുന്നു. ഭഗവാന് അഭിഷേകം നടത്താനുള്ള ജലവുമായാണ് ചില ഭക്തർ എത്തിച്ചേരുന്നത്. ഇതിനെ തീർത്ഥകാവടി എന്നും പറയുന്നു. കാരൈക്കുടിയിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നും രത്നം പതിച്ച വെയിലുമായി വരുന്ന കാരൈക്കുടിയിൽ നിന്നുള്ള ഭക്തർ വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്നു. പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതം പ്രസിദ്ധമാണ്. പഴം, കൽക്കണ്ടം, മുന്തിരി, നെയ്യ്, തേന് തുടങ്ങിയവ ചേർന്നാണ് സ്വാദിഷ്ടമായ മധുരമൂർന്നതുമായ പഞ്ചാമൃതം. ദണ്ഡായുധപാണിയുടെ ബിംബത്തിൽ എന്നും പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നു. ദിവസവും രാവിലെ 5:40 വിശ്വരൂപ ദർശനത്തോടെ പൂജകൾ ആരംഭിക്കും. ഭക്തർക്ക് ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8:45 വരെയാണ്. ഇടയ്ക്ക് പൂജകൾ ഉണ്ടാവും. പകൽ മുഴുവൻ ദർശന സൗകര്യം ലഭ്യമാണ്. രാത്രി 9 മണിയോടെ നട അടയ്ക്കും. ഉത്സവ ദിനങ്ങളിൽ രാവിലെ 4:30 നട തുറക്കും. ഇത്രയുമാണ് പഴനി ശ്രീ മുരുക ഭഗവാന്റെ വിശേഷങ്ങൾ. താങ്ക്